തുലാമാസം 1-ന് ഞാനും മല കയറാൻ പോയിട്ട് രായിരനെല്ലൂർ മല. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭഗവതി ക്ഷേത്രമാണ്. ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് കടന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കണം. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലേ, ആ സ്റ്റെപ്സ് കയറിയിട്ട് ആദ്യമൊന്നും കയറാൻ അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ കുത്തനെയുള്ള സ്റ്റെപ്സാണ്. നിറയെ ആളുകളുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ മല കയറിയിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ കയറുക, കുറച്ച് ദൂരം റെസ്റ്റ് ചെയ്യുക, അങ്ങനെ അങ്ങനെ കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ. മുകളിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ആലുണ്ട്. ആ ആലിലാണ് നാരായണത്ത് ഭ്രാന്തനെ ചങ്ങലക്കിട്ടിരുന്നെന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ ഒരു ദുർഗാക്ഷേത്രമുണ്ട്. അവിടെ ഒരുപാട് ലൈനുണ്ട്. ആ ലൈനിൽ നിന്നിട്ട് ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് കടന്നിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് വേണം നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയുടെ അവിടെ എത്താൻ. അവിടെ പ്രതിമയുടെ അവിടെ നമ്മൾ വലം വെച്ചിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് പോരാം. താഴത്തേക്ക് ഇറങ്ങണ വഴി സ്റ്റെപ്സ് അല്ല, അങ്ങനെ സ്ലോപ്പായിട്ടുള്ള വഴിയാണ്. അവിടെയും നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ഇറങ്ങണം. നിറയെ കല്ലും കട്ടയും ആയിട്ടുള്ള റോഡാണ്. സാവകാശം നല്ല